ഇവിടെ ഇരുന്നോളാം, കാണാൻ പറ്റുമല്ലോ. പോകാറാവോ? വിളിച്ചാൽ മതി. Good morning. Good morning. Good morning. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്വൽപ്പം എറ്റിക്കറ്റ്. ഗുഡ് മോർണിംഗ്. ഇത് മോർണിംഗ് അല്ല മാഷേ, ഈവനിങ്ങാ. ഓ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു നേരിയ ഇടനാഴിയാണ്. ഇരുളും വെളിച്ചവും ഇടചേർന്ന് നിൽക്കുന്നൊരിടനാഴി. ആട്ടെ, താങ്കളുടെ അഭിപ്രായം അനുസരിച്ച് തന്നെ ആയിക്കളയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാനിവിടെ ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഈ പാർക്കിൽ വേറെ എത്രയോ ബെഞ്ചുകളുണ്ട്. പക്ഷെ ആ ബെഞ്ചിലൊന്നും നിങ്ങളില്ലല്ലോ. ബെഞ്ചിനേക്കാൾ എന്നെ ആകർഷിച്ചത് നിങ്ങളാണ്. ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. അത് കഷ്ടമല്ലേ? സാധുവായൊരു സഹജീവിയോട് ഇങ്ങനെ പെരുമാറാമോ? ഞാൻ ഈ അറ്റത്ത് ഒതുങ്ങിയിരുന്നോളാം. നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങളിവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല? എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളിവിടെ ഇരുന്നാൽ എന്റെ വായനയ്ക്ക് ബുദ്ധിമുട്ടാവും. അതെന്താ? എന്റെ കോൺസെൻട്രേഷൻ പോകും. ഓഹോ, ആട്ടെ, എന്ത് പുസ്തകമാ വായിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവോ? പറഞ്ഞു നോക്ക്. ഗീതാഞ്ജലി. ടാഗോറിന്റെ? അതെ. നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. വാട്ട് യു മീൻ? Exactly the same utter nonsense. Hey, mister, ഇസഫബിൾസോ പഞ്ചതന്ത്രമോ വലിയ വലിയ തത്വങ്ങൾ വളരെ വളരെ ലളിതമായ ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കഥകളാ. ഓഹോ, അത് കണ്ടോ? ആ ഇടത്തോട്ട് കയ്യും കുത്തി വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന സ്ത്രീ എന്തോ എന്താ അവന്റെ ഭാര്യയാണോ? സോറി, ഞാൻ പറഞ്ഞത് അതല്ല. ആ വലതുവശത്തിരിക്കുന്ന യുവതിയുടെ കാര്യമാ. ഓ, അതെന്റെ സഹോദരിയാണ്. വെരി സോറി, ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ കുറിച്ചല്ല. അതിന് വെറും അബ്സ്ട്രാക്ട് സൗന്ദര്യം. അബ്സ്ട്രാക്ട് അബ്സ്ട്രാക്ട് പിള്ളേര് നോക്കുന്നതോ നോക്കുന്നേ ആരുടെ സഹോദരിയും അല്ലാതെ അബ്സ്ട്രാക്ട് വകുപ്പിൽപ്പെടാതെ സമൂർദ്ധമായ സ്ത്രൈണ സൗന്ദര്യം അതെവിടെ കാണാമെന്ന് നോക്കുമായിരുന്നു. ആഹാ, നിങ്ങളാണ് കൊള്ളാമല്ലോ. ഇപ്പൊ എന്നെ കുറിച്ചൊരല്പം മതിപ്പ് തോന്നുന്നുണ്ടല്ലേ? ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ശല്യപ്പെടുത്തത്? ഏയ്, ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ.
എനിക്ക് വായിക്കണം. എനിക്ക് സംസാരിക്കണം. അല്ല, നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാണത്. നോ 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 നോട്ട് അറ്റ് ഓൾ. തികച്ചും അപരിചിതരായിരുന്ന രണ്ട് സഹജീവികൾ തമ്മിൽ അടുത്ത് പരിചയപ്പെടുകയാണ്. മിസ്റ്റർ, ഈ ജീവന്റെ വികാസം തന്നെ ഇത്തരം പരിചയപ്പെടലുകളിൽ നിന്നല്ലേ? അതെ, നമ്മുടെ അച്ഛനും അമ്മയും തമ്മിൽ അടുത്ത് ചേർന്നില്ലായിരുന്നെങ്കിൽ നമ്മളുണ്ടാകുമായിരുന്നോ? നിങ്ങളൊരു തത്വജ്ഞാനിയാണല്ലോ. സമ്മതിച്ചോ? ഒരല്പം മുമ്പ് വരെ നിങ്ങൾക്ക് എന്നോട് വല്ലാത്തൊരു വെറുപ്പല്ലായിരുന്നു. ഇപ്പോഴത് എത്ര കണ്ട് മാറി? വളരെയൊന്നും മാറിയിട്ടില്ല. വളരെ ഇല്ലെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് മാറാതെ പരമാവധി മാറി. ഇനിയും മാറിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ വേഴ്സ്റ്റ് ഇംപ്രഷൻ. ഇല്ല, നിങ്ങൾ എന്നെ വായിക്കാൻ സമ്മതിക്കില്ല. ഏയ്, ഞാനല്ല സമ്മതിക്കാത്തത്. പിന്നെ സന്ധ്യ മഴങ്ങി ഇരുട്ടത്ത് വായിക്കുന്നത് കണ്ണിന് കേടാ. ഓഹോ, എന്റെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്ക് വലിയ ശ്രദ്ധയാണല്ലോ. പറയാനുണ്ടോ? എനിക്ക് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റിന് പോലും എന്തൊരു ശ്രദ്ധയാണെന്നോ. അതിനായി പ്രത്യേകിച്ചൊരു വകുപ്പ് തന്നെ പ്രത്യേകമായിട്ടൊരു മന്ത്രിയുടെ കീഴിലുണ്ട്. കഴിഞ്ഞ 6 മാസമായി ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ ചികിത്സയില്ല. എന്താ സൂക്കേട്? അത് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. ഭ്രാന്ത്. അതെ, ശുദ്ധ ഭ്രാന്ത്. ഭ്രാന്ത് എന്ന് പറയുമ്പോ നിങ്ങൾ സത്യം പറയുകയാണോ? മിസ്റ്റർ, ഭ്രാന്തിനേക്കാൾ വലിയ സത്യമുണ്ടോ? ഭ്രാന്തൻ സത്യമേ പറയൂ. അല്ല, നിങ്ങളിപ്പോ എവിടെന്നാ വരണത്? ഭ്രാന്താശുപത്രിയിൽ നിന്ന്. ഇത് കണ്ടോ? ഇതിലെയാണ് ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തിവിട്ടത്. തലച്ചോറ് ഞെട്ടിക്കാൻ, ഈ വലിഞ്ഞ ഹൃദയതന്ത്രികൾ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിയത് കൂട്ടി ഒട്ടിക്കാൻ. അല്ല, ഇപ്പൊ സുഖമായോ? ആർക്കെനിക്കോ? എനിക്ക് എന്ത് സുഖമായിരുന്നോ? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്താണോ? ഏയ്, ഞാൻ അബ്സ്കോണ്ട് ചെയ്തു. മതിൽ ചാടി. എപ്പോ? കഷ്ടിച്ചൊരു മണിക്കൂറായി. കേട്ടോ മിസ്റ്റർ, ഇപ്പോൾ ഈ നഗരം മുഴുവൻ പോരാ, ഈ രാജ്യം മുഴുവൻ എന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുക. 100 കണക്കിന് പോലീസ് വണ്ടികൾ ഇങ്ങനെ ഇരമ്പി പായുകയാണ്. ടെലഫോൺ മണികൾ ഇടതടവില്ലാതെ അടിച്ചുകൊണ്ടിരിക്കുക. വയർലെസ്സിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ മാറാല കെട്ടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോഴെന്നില്ല. ഒരു ഭ്രാന്തന് അത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മുടെ നാട്ടിലില്ല. വെറും ഭ്രാന്തനല്ല മിസ്റ്റർ, പിന്നെ ഡേഞ്ചറസ് ക്രിമിനൽ. ഹോമിസൈഡൽ മാനിയ. അതെ, ഞാൻ 2 ആളെ പച്ചയോടെ വെട്ടിക്കൊന്നവനാ. അതെ അതെ, ഓരോ വെട്ടിന് കൊന്നു. ചത്തതിന് ശേഷം പിന്നെയും വെട്ടി, ചെറ വെട്ടി. കഷ്ടം. എന്ത്? ചത്തതിന് ശേഷം വെട്ടിയതാണോ കഷ്ടം? എങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലും വലിയ കഷ്ടമല്ലേ? പിന്നെ ദഹിപ്പിച്ചതോ? മഹാ കഷ്ടം. അല്ല, നിങ്ങള് അവരെ കൊല്ലുമ്പോ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു? അത് ഞാൻ എങ്ങനെ അറിയും മിസ്റ്റർ? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഭ്രാന്തുണ്ടായിരുന്നെന്ന്. പീനൽ കോഡ് പറയുന്നു ഭ്രാന്തല്ല, കൊലപാതകമായിരുന്നെന്ന്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 3 നോട്ട് 2. അങ്ങനെ 2 അഭിപ്രായമാണ്. തൂക്കാൻ വിളിച്ചു. ആ, തൂക്കിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവോ? അപ്പൊ നിങ്ങൾക്കും കുറേശ്ശെ ഭ്രാന്തുണ്ട് ഇല്ലേ? എനിക്ക് നേരം വൈകി.
ഹേയ്, അതിന് നമ്മൾ പരിചയപ്പെട്ടിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. അല്ല, എനിക്ക് പോകാൻ ഒരു ധൃതിയുണ്ട്. എന്റെ കഥ മുഴുവൻ കേട്ടില്ലല്ലോ. എനിക്ക് കേൾക്കണമെന്നില്ല. എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്. ആ കയറിൽ തൂങ്ങുന്നതിന് മുമ്പ് ഒരാളെങ്കിലും എന്റെ കഥ പൂർണ്ണമായിട്ടൊന്ന് അറിയണ്ടേ? നോക്കൂ, ആ സ്ത്രീകൾ അവരവിടെ ഇരുന്ന് വിഷമിക്കുന്നു. അവിടെ ഇരിക്കുകയല്ലോ, കുടുംകൈയും കുത്തി ഇങ്ങനെ കിടക്കുകയല്ലേ. എനിക്ക് പിന്നെ ഈ സ്ത്രീകളുടെ വിഷമത്തെ പറ്റി യാതൊരു പരിഗണനയുമില്ല. അതെന്താ? ഒരു സ്ത്രീ അതിനുള്ള കാരണം. അവിടെ ഇരിക്കുക, ഞാൻ വിസ്തരിച്ച് പറയാം. വെരി ഇൻട്രസ്റ്റിംഗ്. വേണ്ട, അല്ലെങ്കിൽ ഞാനിവിടെ നിന്നോളാം. അതുപോരാ, ഇരുന്ന് കേൾക്കണം, ഇരിക്കണം മിസ്റ്റർ. വേഗം തീർത്തേക്കാം. ഭയമാണല്ലേ? ഏയ്, എനിക്കാരും പേടിയൊന്നുമില്ല. ഉണ്ട്, നല്ലതുപോലുണ്ട്. സാരമില്ല, ഒരു കുറവല്ല. ഒരു മനുഷ്യനിലെ പരിപൂർണവും പരിശുദ്ധവുമായ വികാരം, അതാണ് ഭയം. പ്രാകൃത കമ്മ്യൂണിസം മുതൽ ജനകീയ ജനാധിപത്യം വരെ മനുഷ്യനെ നയിച്ച പ്രാഥമിക വികാരം ഭയമായിരുന്നു. സർവശക്തനായ ഭയം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടാ ഭ്രാന്തിന് യാതൊരു ലക്ഷണവുമില്ല. ശരിക്കും അതാണ് യഥാർത്ഥ ഭ്രാന്ത്. ഭാവത്തിൻ പരകോടിയിൽ പരമഭാവത്തിൻ സ്വഭാവം വരാം. അല്ല, നിങ്ങളൊരു കവിയുമാണല്ലേ? ഇത് ഞാൻ എഴുതിയതല്ല, പിന്നെ പല്ലന വളവിൽ മുങ്ങിച്ചത്ത കുമാരനാശാൻ എഴുതിയതാ. ഇത് പാടുന്നവൻ തൂക്കിച്ചാകാൻ പോവുക. അങ്ങനെ രണ്ടറ്റത്തിന്റെ നവപ്രത്യവും നടന്നൊരു കവിതയും. അല്ല, നിങ്ങൾ നിങ്ങളുടെ കഥ പറഞ്ഞില്ല. ഞാനതൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ തൂക്കാൻ വിധിച്ചു. 2 ആളെ കൊന്നതിന് 1 വർഷം മുമ്പ്. എന്നിട്ടെന്താ തൂക്കാന്ന്? സമയമായില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ടും. 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷമാണ് തൂക്ക്. 2 ശിക്ഷയാ. കുറ്റം 2 വകയായിട്ടാണ്. കൊല്ലണമെന്ന മോശവിചാരത്തോടെ, ഞാൻ കൊന്നത് മോശവിചാരത്തോടെ ഒന്നും അല്ല കേട്ടോ, വളരെ നല്ല വിചാരത്തോടെ. കൊല്ലണമെന്ന മോശവിചാരത്തോടെ മരകായുധം കൊണ്ടു നടന്നു. അതാണ് 1ാമത്തെ വകുപ്പ്. 2 ആളെ നിർഭയം ക്രൂരമായി വെട്ടിക്കൊന്നു. അതാണ് 2ാമത്തെ വകുപ്പ്. ആദ്യത്തെ വകുപ്പ് പ്രകാരം 1.5 വർഷത്തെ കഠിന തടവും 2ാമത്തെ വകുപ്പ് പ്രകാരം ചാകുന്നത് വരെ തൂക്കുകയറും. രണ്ടും ഒരുമിച്ചാണ്. അങ്ങനെ വെറുതെ അനുഭവിച്ചാ പോരാ, 1.5 വർഷത്തെ തടവിന് ശേഷം വേണം തൂക്കാൻ. മറിച്ചായിരുന്നു നല്ലതല്ലേ? പക്ഷെ ബുദ്ധി വേണ്ടേ? അതില്ല. അല്ല, ഇനി ഈ അവസാനത്തെ ശിക്ഷ അതിന് എപ്പോഴായിരിക്കും? ഇനി അത് നിശ്ചയിക്കുന്നത് ഞാനാ. എന്നെ പിടിക്കുന്നത് വരെ. അല്ല, നിങ്ങൾ എങ്ങനെയാ ഭ്രാന്താശുപത്രിയിൽ എത്തിയത്? സെൻട്രൽ ജയിലിലെ എന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് അങ്ങനെ തോന്നി. ആശുപത്രിയിലേക്ക് അയച്ചു. എന്തിനാ? സ്വബുദ്ധി വീണ്ടെടുത്ത് മരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ മരണത്തിന്റെ എല്ലാവിധ മാദക ഭാവങ്ങളും ആസ്വദിച്ചുകൊണ്ട് വേണം മരിക്കാൻ എന്നാണ് നിയമം അനുശാസിക്കുന്നത്. കഷ്ടം. ഒരു അഭ്യസ്തവിദ്യനായ നിങ്ങൾക്ക്. വെറും വിദ്യനല്ല, MA ലിറ്ററേച്ചർ. MA ലിറ്ററേച്ചറോ? ഫസ്റ്റ് ക്ലാസ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും ഇത് തന്നെ സംഭവിക്കുമായിരുന്നു. നിങ്ങൾ ഒരാളായിരുന്നെങ്കിൽ പറയാൻ കേട്ടോളൂ. ഞാനൊരു സ്ത്രീയെ സ്നേഹിച്ചു, ജീവിതം പോലെ.
എല്ലാ സ്നേഹവും അങ്ങനെയാണല്ലോ, ജീവനെ പോലെ. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? ആ ഇരിക്കുന്നത് എന്റെ ഭാര്യയാണ്. അതല്ല ഞാൻ ചോദിച്ചത്. സ്നേഹിച്ചത് ജീവനെ പോലെയല്ലേ എന്നാണ്. തീർച്ചയായും. എന്റെ കടുതേ, you are an intercontinental royal imperial. സോറി. I'm sorry. പേടിക്കണ്ട. എനിക്ക് ഈ സ്ത്രീകളോടുള്ള ആ ഒരു സ്നേഹത്തെ പറ്റി പറയുമ്പോൾ എന്റെ സർവാംഗം പറച്ചു കയറും. ഓൾറൈറ്റ്. എന്നിട്ട് ഞാനും സ്നേഹിച്ചു ജീവനെ പോലെ. എനിക്കുള്ളതെല്ലാം അവൾക്ക് വേണ്ടി സമർപ്പിച്ചു. എന്തെല്ലാം? അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അന്ന് എനിക്ക് അങ്ങനെ തോന്നി, എല്ലാമെന്ന്. അങ്ങനെ അവൾ എന്റെയായി, ഞാൻ അവളുടേതുമായി. അല്ല, നിങ്ങൾ വിവാഹം കഴിച്ചു? കഴിച്ചല്ലോ. അതാണല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി. ഞങ്ങൾ വിവാഹിതരായി. അതോടെ ഞങ്ങളുടെ പ്രേമം അതോടെ അവസാനിച്ചു. അതെങ്ങനെ? വിവാഹം കൊണ്ട് തന്നെ. മിസ്റ്റർ, ഈ പ്രേമത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് അനിശ്ചിതത്വത്തിലാണ്. വിവാഹമണ്ഡപം പ്രേമത്തിന്റെ ശവകൂടീരമാ. കെട്ടുതാലിയല്ല പ്രേമം കെട്ടിഞ്ഞാന്ന് ചാകുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. വിശ്വസിക്കണ്ട, അനുഭവിച്ചറിഞ്ഞാ മതി. എന്നിട്ട് എന്നെ തൂക്കാൻ വിധിച്ചു. വിവാഹത്തിന്റെ പിറ്റേ ദിവസം മുതൽ അവളുടെ സ്വരൂപം കാണാൻ തുടങ്ങി. അവൾക്ക് എന്നെ കൂടാതെ 2 പ്രേമഭാജനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. സഹിക്കുമോ മിസ്റ്റർ? ഇല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? സഹിക്കില്ല. എന്റെ ഭാര്യയ്ക്ക് 2 പേരുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ സഹിച്ചു. ഒരു 6 മാസം. ഒരു ദിവസം രാത്രി ഞാൻ പെട്ടെന്ന് കയറി ചെന്നു. അവളെ കാമുകനും കൂടി ഒരു കട്ടിലിൽ, എന്റെ കട്ടിലിൽ. ഇത് കണ്ടതും എന്റെ കണ്ണിലൊരു ഇരുട്ട് കയറി. ഓരോ വെട്ടിലും 2 കൊന്നു. പിന്നെ ഒരു 10-20 വെട്ടുകൂടെ വെട്ടി. ഭയങ്കര. നിങ്ങൾ അത്രയ്ക്കും വിവേകശൂന്യനാവരുതായി. അതെ. അത് ശരി. അവിടെ ഒരു 100 വാര അകലെയിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ അറിയാതെ ഒരല്പം ആസ്വദിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് ദേഷ്യം വന്നു? അന്ന് രാത്രി ഞാൻ അവനെ കണ്ടത് എന്റെ ഭാര്യയുടെ നെഞ്ചത്താ. കൊല്ലണോ വേണ്ടയോ? നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നുന്നല്ലേ? ഈ സഹതാപമുണ്ടല്ലോ, അത് നിസ്സഹായതയുടെ ലക്ഷണമാണ്. എന്നെ വിസ്തരിച്ച കോടതിക്ക് എന്നോട് സഹതാപമായിരുന്നു. വിസ്താരമെല്ലാം കഴിഞ്ഞ് കോടതി, അതായത് സെഷൻസ് ജഡ്ജി എന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, വളരെ അനുഭാവപൂർവ്വം സഹതാപപൂർവ്വം ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, യുവർ ഓണർ, അങ്ങയുടെ ഭാര്യയുടെ കൂടെ ഒരു ദിവസം ഞാനൊന്ന് കിടന്നോട്ടെ. ഇത് കേട്ടതും കോടതി, അതായത് സെഷൻസ് ജഡ്ജി എന്ന മനുഷ്യന് ഒരു അലർച്ചയായിരുന്നു. വിധിയും എഴുതി എന്നെ തൂക്കാൻ. കോടതിക്കോ? അപ്പോ കഥ കഴിഞ്ഞു? ഇല്ല, തീർന്നില്ല. അങ്ങനെ 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷമായിരുന്നു തൂക്ക്. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാമായിരുന്നു. എങ്കിലും ഞാൻ 2 പ്രാവശ്യം തൂക്കാൻ ഇരിക്കുമായിരുന്നു. ഞാനതിന് പോയില്ല. നേരെ സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് ഭ്രാന്താണെന്ന് തീരുമാനിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു. എന്തിനാ? സ്വബുദ്ധി വീണ്ടെടുത്ത് വിധിപ്രകാരം അല്ല നിങ്ങളിപ്പോ ഈ ജയിലിൽ ചാടി,
അതൊരു വലിയ കുറ്റമാണെന്നറിയാമോ? ചോദിക്കാനൊരു വലിയ കുറ്റമല്ലേ? പിന്നെ ഞാൻ ജയിലിൽ ചാടിയത് വെറുതെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യയ്ക്ക് ഒന്നല്ല 2 കാമുകന്മാരുണ്ടായിരുന്നെന്ന്. ഇനി അവനെ കൂടി തട്ടിയിട്ടേ അവരെന്നെ പിടിക്കൂ. ഇറ്റ് ഈസ് മൈ ലൈഫ് മിഷൻ, മൈ ആംബിഷൻ. അയ്യോ, ഞാൻ ഇനി എത്ര പേരെ കൊന്നാലും എന്നെ ഒരിക്കലേ തൂക്കൂ. ഞാൻ അവനെ കൊല്ലും. ഇത് കണ്ടോ, അവനെ തെരഞ്ഞു പിടിച്ച് ഒരൊറ്റ കുതിരി ഞാൻ കൊല്ലും. 3 തരം. അതിന് നിങ്ങൾക്ക് അയാളെ തിരിച്ചറിയാമോ? ആ, അവിടെയാണൊരു വിഷമം. ഞാൻ അയാളെ ഏതാണ്ട് 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏകദേശം ഇതേ പൊക്കം. ഏകദേശമല്ല, ഇത് തന്നെ. ഇതേ വണ്ണം, ഇതുപോലെ തന്നെ ഒരു മീശ. നിങ്ങൾക്ക് എന്ത് പ്രായമായി? എനിക്ക് 38 അല്ല 48 അല്ല 58. എക്സാക്ട്ലി അയാൾക്ക് 48ഓ 58ഓ ആയി കാണുമെന്ന് തോന്നുന്നു. മാത്രമല്ല, അയാളും ഒരു സഹൃദയനായിരുന്നു. അയാൾക്കും ഈ ടാഗോർ കവിതകളിലായിരുന്നു ഭ്രമം. അവർക്ക് വന്നിട്ടുള്ള ചില കത്തുകളിൽ ചില ഉദ്ധരണികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ, ഈ ടാഗോർ കവിതകളുണ്ടല്ല, ബുദ്ധിയുള്ള പലരും വായിക്കും. ബുദ്ധിയുള്ളവരെല്ലാം ഒരേ ആകൃതിയുള്ളവരായിരിക്കുമോ? ആകൃതിയോ? അതെ. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് എന്റെ ഭാര്യയുടെ 2ാമത്തെ കാമുകന്റെ തനിച്ചായയാണ് നിങ്ങൾക്കെന്ന്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ ഒരേ ആകൃതിയിലും ചായയിലുള്ള ഒത്തിരി പേരുണ്ടാവും. ഒരേ ആകൃതിയും ചായയുള്ള പലരും, പക്ഷേ ഒരേ മറുകുള്ള പലരും കാണുമോ? മറുകോ? അതെ. എവിടെ? കറുത്ത് തടിച്ച് 1/4 രൂപ വട്ടത്തിലൊരു മറുക് എവിടെ? അയാളുടെ കഴുത്തിന്റെ പിൻഭാഗത്ത് ദാ ഇവിടെയായിട്ട് വരും. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. ഭ്രാന്ത് പറയാതിരിക്കും മനുഷ്യ. ആഹാ, മറുകൊണ്ടല്ലേ അതാദ്യമായി നിങ്ങളുടെ പിന്നിൽ വന്ന് നിന്നപ്പോ ഞാൻ കണ്ടതാണ്. അവസാനമായി നിങ്ങളൊരു സത്യം പറയുമോ? എന്ത് എന്ത് സത്യം? എന്റെ ഭാര്യയുടെ കൂടെ നീ എത്ര ദിവസം കഴിച്ചിട്ടുണ്ട്? ഓ, എനിക്ക് നിങ്ങളുടെ ഭാര്യ അറിയില്ലേ? സത്യം. സത്യം. കഴുത്തിലെ മറുക മറയ്ക്കുന്ന മനുഷ്യൻ മനസ്സിലെ കുഴികൾ തെളിക്കുമോ? ഞാൻ സത്യമാണ് പറയുന്നത്. സാരമില്ല, സത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുക. ഇനി ഒരു അടി മുന്നോട്ട് വരരുത്, ഒരക്ഷരം മിണ്ടി പോകരുത്. മിണ്ടിയാ ഞാൻ നിങ്ങളെ പോലീസിൽ പിടിച്ചേൽപ്പിക്കും. എങ്ങനെ? ആ പോകുന്നത് ഒരു പോലീസുകാരനാ. ഞാൻ ഒച്ചയിട്ട് വിളിക്കും, അയാള് വരും, നിങ്ങളെ പിടിക്കും. ആ വിളി പൊങ്ങുന്നത് ഞാൻ കുത്തുന്നത് ഒരുമിച്ചായിരിക്കും. എന്നിട്ട് ഞാൻ അയാളെ വിളിക്കും, പിടി കൊടുക്കും. പ്ലീസ് നോക്കൂ, ആ സ്ത്രീകൾ അവരെഴുന്നേറ്റു. ഞാൻ പോയിക്കോട്ടെ. അവര് കേൾക്കുന്നത് നിങ്ങളുടെ വിളിയായിരിക്കും, പക്ഷേ കാണുന്നത് നിങ്ങളുടെ ശവമായിരിക്കും. ബാലേട്ടാ, നമ്മൾ 2 ആളും ജയിച്ചു, അല്ലെങ്കിൽ 2 ആളും തോറ്റു. അയ്യോ ഞാൻ കുത്തിപ്പോയി. ശബ്ദം ഉണ്ടാക്കുന്നത് വല്ലവരും കേൾക്കും. ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ഒരു പരീക്ഷണത്തിനായിരുന്നു. ഭയം ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കാം എന്നൊന്ന് പരീക്ഷിക്കാൻ എല്ലാം ഭാവനയായിരുന്നു. അയ്യോ, പേടിക്കണ്ട, ഞാൻ ഇനി ശബ്ദിക്കില്ല. ആ കുത്ത് കണക്കിന് കേട്ട. നിങ്ങളൊരു കൊലപാതകയല്ലേ? ഞാനൊരീച്ചയെ പോലും കൊന്നിട്ടില്ല.
നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെ പറയും മിസ്റ്റർ? ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ബേണിംഗ് ത്രൂ ദ ഗ്രേ മാറ്റർ. അയ്യോ, ഞാൻ പോവുക. അയ്യോ, അങ്ങനെ പോകരുത്. ദേഹത്തെങ്ങാനും ചോര പറ്റിയോ നോക്കിയേ. ഇല്ല. ആ, നന്നായി നന്നായി. ഇനി ആ കത്തി എന്റെ ഈ വലത്ത് കയ്യിൽ മുറുകെ പിടിപ്പിച്ചോളൂ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോയിക്കോളൂ. നിങ്ങൾ മരിച്ചു പോകും. ഞാൻ മരിക്കും. ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാം. വേണ്ട വേണ്ട. പിന്നെ അവരെന്റെ മരണമൊഴി എടുക്കും. ഞാൻ സത്യം പറഞ്ഞു പോയാലും മരണത്തിന്റെ മുഖത്ത് നോക്കുന്ന മനുഷ്യൻ സത്യമേ പറയൂ. ആ, താമസിപ്പിക്കണ്ട, വേഗം നോക്കട്ടെ. ആ, ആ കത്തി തരൂ, എന്റെ കയ്യിൽ പിടി. ഗുഡ് നൈറ്റ് ബ്രദർ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബാലേട്ടാ കേട്ടോ, വിളിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതേ വിളി എന്നെയും വിളിക്കുക മരണത്തിലേക്ക്. എന്റെ പേരും ബാലനെന്ന. വാട്ട് എ കോയിൻസിഡൻസ്. ബാലേട്ടാ ഞാൻ വരുന്നു. ആ